എപ്പിസോഡ് 87 പ്ലസ് എപ്പിസോഡ് ചെയ്യാലോ എല്ലാരും വന്ന് ജോലി ചെയ്തോ. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശാന്തൻ രായാവിനെ കാണിച്ചിട്ടാണ്. ഇതിന്റെ മെയിൻ എപ്പിസോഡ് കാണാത്തവർ പോയി കണ്ടിട്ട് വരാം. ലിങ്ക് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ഉദ്ദേശിച്ചത് പിൻഡ് കമന്റ് ആട്ടോ. ശാന്തൻ സായി രാജാവ് ഈ കണ്ടസ്റ്റൻസിനെ ഒക്കെ റൂമിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന്. സോ അവരെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഓരോ പണി ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോ. ജാസ്മിൻ കുതിരയെ അന്വേഷിക്കുന്നുണ്ട്. കുതിരയ? എന്ത് കുതിര? പോണ പോക്കല്ലേ. വിളിക്കാൻ പോണ ജാസ്മിനെ തടയല്ലേ സായി, അത് ശരിയല്ലത്. കുതിരോട്ടം കാണട്ടെ. കുതിരോട്ടോ? ജാസ്മിൻ ഇന്നലെ സായി അധികാരമേറ്റപ്പോ കുതിരയുടെ ശബ്ദം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീധുവിനെ കൊണ്ട് ജാസ്മിനെ വിളിപ്പിച്ചത്. ഇപ്പൊ കുതിര വരുന്നുണ്ട്. ഓക്കെ, ആഹാ നല്ല കുതിര. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ശ്രീധുവിന് അർജുൻ എന്തോ ഫുഡ് കൊടുക്കണ്ടിട്ടാ. ചപ്പാത്തിയാ? രാജാവ് തിന്നു. അതായത് ശ്രീധു അതെടുത്ത് കഴിച്ചു. റൂൾ തെറ്റിച്ച് ഇവിടെ കഴിച്ചത് വഴി അവരൊക്കെ പറഞ്ഞു സായി ഇതേ നിന്നോട് ചോദിക്കാണ്ട് രാജാവിനോട് ചോദിക്കാണ്ട് ഇതേ ഫുഡ് എടുത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞു. ചതിച്ചു. അർജുൻ ചതിക്കുന്നപ്പോ നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്നോട്ട് പറയണതാ. അപ്പൊ സായി പറഞ്ഞു ശ്രീധുവിനെ പിടിച്ച് ജയിലിലടക്കാൻ. പാവം എന്റെ ശ്രീധു. കശ്മലന്മാരെ വിടടാ, കിട്ടിയ ചാൻസ് മുതലാക്കണം. വിടടാ എന്റെ ശ്രീധുവിനെ. അർജുനെ നീ എന്തോടാ അതിന്റെ ഇടയ്ക്ക് എടുത്ത് പൊക്കണ? ഇതെന്താണ് ഇവരുടെ റൊമാൻറ്റിക് സോങ്? അയ്യാടാ പാവം ശ്രീധുവിനെ എല്ലാവരും കൂടി കൊണ്ടുപോയി ജയിലിലടച്ച്. ഇനി നിന്റെ സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വേണ്ട. എന്ത് സംസാരോ ശ്രീധു ഇത്? ഇതാണ് നമ്മുടെ സംസ്കാരം. എന്ന് തൊട്ട് തുടങ്ങിയത്? അപ്പൊ ഇതാണ് ഒറിജിനൽ വർത്താനം. കച്ചറ പേസാൻ പാടില്ല. മിണ്ടാതിരിയടാ. പേസാൻ പാടില്ല. ശ്രീധുവിന് നാഗവല്ലിയുടെ ബാധ കയറി തോന്നുന്നുണ്ട്. ശ്രീധു പോലെ ഞാൻ പേസൂടാ സായി. നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷ എനിക്ക് തരാനുള്ളേ? എന്നെ ജയിലിലോട്ട് ഞാൻ പേസാതിരിക്കാം. സായി ബി ലൈക്ക് എന്നാ നീ വൈകുന്നേരം വരെ അവിടെ കിടന്നോ. ശ്രീധു അങ്ങനെ പറയല്ലേ, നമുക്ക് ആലോചിക്കാം. നീ പറഞ്ഞത് ഞാൻ മിണ്ടാതിരുന്നോളാം. അറിഞ്ഞിരുന്ന ഒരു ചപ്പാത്തിയും കൂടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ശ്രീധു ബി ലൈക്ക് ഒരു ചെറിയ പീസ് ചപ്പാത്തി തന്നെ ജയിലിൽ കിടക്കണമെന്നായിരുന്നെങ്കിൽ ഞാൻ ഒരു വലിയ പീസ് ചപ്പാത്തി തന്നെ ഒരെണ്ണം കൂടി എടുക്കായിരുന്നു. ചപ്പാത്തി വിശപ്പ് മാറുന്നില്ല. എപ്പടിയാച്ച് ഒന്നത് തിരിടണം. എപ്പടിയോ ജയിലിലേക്ക് വന്നു. പോട്ടെ ശ്രീധു, ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. എന്റെ അവിടെ ഉള്ളവരൊക്കെ നിന്നെ ചതിക്കും. ആരെങ്കിണ്ടോ? രാജാവേ, രാജാവേ. നല്ല ഭാഷ. അയ്യോ സായി രാജാവേ. ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ? ചന്തയിൽ ആൾക്കാർ വിളിച്ചു പോകത്തില്ലേ? അതെന്താ സിജോ, ചന്തയിലെ ആൾക്കാരെ നിനക്ക് ഇത്തിരി പുച്ഛം. ശ്രീധു അവിടെ കിടന്ന് എനിക്ക് അയ്യോ ഞാൻ തലയിറങ്ങി വീഴുന്ന എനിക്ക് വെള്ളം തായോ എന്നൊക്കെ പറയാ. വിശാല മനസ്കനായ സായി രാജാവിന്റെ മുട്ട കൊണ്ടേ ശ്രീധുവിന് കൊടുത്ത്. ഊട്ടിയല്ല നിന്നെ കൊടൈക്കനാലിക്ക് ട്രിപ്പ് ഉണ്ടാവണ്ട. ഗുണ കേവിൽ തട്ടിയിട്ടാ. പ്ലീസ് ഊട്ടി വിടാൻ ആള് വന്നിട്ടുണ്ട്. യോ ഊട്ടി വിടാൻ ആള് വന്നിട്ടുണ്ടെന്ന്. നീയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നിന്നെയാണ് ആദ്യം ഇറക്കി വിടണ്ടേ. വേണോ ഊട്ടി കൊടുക്കും. രാജാവിന് മതിന്നാ. അതെനിക്ക് ഊട്ടി കൊടുക്കും. അതിന്റെ അർത്ഥം അർജുന് വേണ്ടെന്നല്ലേ? രാജാദാ വേണോ? രാജാദാ വേണം. അയ്യോ അവന്റെ കല്യാണം കഴിഞ്ഞ സീനില്ല. ആ മുട്ട ഊട്ടി കൊടുക്കും ആദ്യം. എടാ സായി നിനക്ക് എന്താണ്? അവൾക്ക് താല്പര്യമില്ല, പിന്നെ നീ എന്തിനാ നിർബന്ധിക്കണേ? ഈ കൊട്ടാരം വഞ്ചന ചെയ്തതാ എന്നെ. ഇല്ല ചെയ്താ ദൈവമേ അവൻ ചെയ്തു എന്നെ. ഞാൻ അവനോട് സംസാരിക്കും. വൃത്തികെട്ടവനെ അർജുനെ, നീ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അതൊക്കെ അങ്ങനെ ചെയ്യാമോ പറിച്ചിട്ട്? രാജാവിന്റെ കയ്യിൽ നിന്ന് അപ്പൊ ഇവരിവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ അപ്പുറത്തെ എല്ലാവരും രാജാവിന് പണി കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇവനെ ഇത്തിരി നീങ്ങാൻ പറയോ? എനിക്ക് ഇവനെ കാണാൻ താല്പര്യമില്ല.
എനിക്ക് എന്തായാലും സന്തോഷായി. ഇറങ്ങാം. എന്നെ വിശ്വസിക്കാം. എന്നാ ശരിക്കും ഒരു പട്ടി അതിന്റെ എവിടെ നീ വെള്ളം ഒഴിച്ചേ? പട്ടിയാ രാജാ. ഇവള് നമ്മളെ കാലം പറയാടാ. ഇല്ല നോറല്ല കുഴപ്പമില്ല നീ കടിക്കും. ജയിലിൽ ചാടാൻ സഹായിക്കണം. അതിന്റെ മോളിൽ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. എന്റെ ശ്രീതു, നീ വേണ്ടാത്ത പണിക്ക് പോകണ്ട. അവനോ ബുദ്ധിയില്ല, നിനക്കെങ്കിലും അല്പം ബുദ്ധിയുണ്ടോ? മതില് ചാടി നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. മറ്റേതാണ് ഇതെന്താ മറ്റേ സിംഹവാലം കൊരങ്ങ? ബിഗ് ബോസ് അല്ല രാജാവേ. കരടാകത്ത് അവളെ ജയിലിൽ ചാടാൻ സഹായിച്ച അർജുനെ ജയിലിലടച്ച്. പ്രായം മറ്റത്തെ പഴിയാണ്. സായി, നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തറാ? നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ഓരോ ക്രൂരത ചെയ്യുന്നേ? ഞാൻ അത് തുടർന്ന് വിടണവരെ മനുഷ്യന് ഇവിടെ മനസ്സമാധാനം ഉണ്ടാവൂല. വിശ്വാസവഞ്ചന ചെയ്തതോ അല്ലാതെ പട്ടിയുടെ കൂടെ ഇരിക്കും. അതും ചെയ്തോ? രാജാ, എനിക്ക് പേടിയാവുന്നു. അഴിച്ചു വിടറായാവേ. രാജാ, വിശ്വസിക്കരുത്. ആ ബോധം ഉണ്ടായാ മതി. അവനെ ഉള്ളാക്കൂ രാജാ. ഭാഗ്യം തുറന്നു വിട്ട്. നീണാൽ വരട്ടെ മഹാരാജാ. എനിക്ക് മനസ്സമാധാനത്തോടെ ഇവിടെ ഇരിക്കാം. ഇല്ല, ഇവിടെ ഇരിക്കാം. അതിപ്പോ സായി ശ്രീധുവിന് അവിടെ ഒരു മാറ്റ് ഇട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കണം, ഇനി ഒന്നും ചെയ്യണ്ട, അവിടെ അനങ്ങാതിരിക്കണം എന്ന് പറഞ്ഞു. ശ്രീധു അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഗംഭീരം. ശ്രീധു ആ മാറ്റിന്റെ പൊസിഷൻ മാറ്റി. ഇപ്പൊ സായി പറഞ്ഞു മാറ്റ് പൊസിഷൻസ് ഒന്നും മാറ്റാൻ പാടില്ലെന്ന് ബിഗ് ബോസിന്റെ ഉത്തരവുണ്ട്, മാറ്റാൻ പാടില്ല, അവിടെ കൊണ്ടിടുന്ന് പറഞ്ഞപ്പോ തിരിച്ചിടൂ. അഭിഷേക് ഹെൽപ്പ് ചെയ്യാൻ പോയാണ്. അയ്യോ, തലേക്കോടെ ആ മാറ്റ് അങ്ങോട്ട് ഇട്ട് ഇതില് പൊടി ഉണ്ടാവില്ലടേ. പിഞ്ഞു വിടും. പൊന്നു ശ്രീത് പോയി കുളിയടി. അത് കഴിയുമ്പോ നമ്മുടെ ജാസ്മിൻ റാണി അടുക്കളയിൽ ഒരു പഴം എടുത്ത് കഴിച്ചു. അപ്പൊ രാജാവ് പറയാതെ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ ജാസ്മിനെ ജയിലിലിടാൻ പറഞ്ഞു. അപ്പൊ ജാസ്മിനെ ജയിലിലിടാൻ പറഞ്ഞപ്പോ ജാസ്മിനും ഋഷിയൊക്കെ കൂടി പ്ലാനിങ് സായിയുടെ മറ്റേ കിരീടം ചെങ്കോലും അങ്ങനെ അടിച്ചു മാറ്റാന്ന്. കിരീടം എടുത്തോണ്ട് പോണി അർജുൻ. ശ്രീധുവിന് ദണ്ടും കിട്ടി. നോറയുടെയിലാണെങ്കിൽ താക്കോലും കിട്ടി. പിന്നെ കൊറേ വെറുപ്പിക്കല. എങ്ങനെ നടന്ന ബിഗ് ബോസാ ഇപ്പൊ അവസ്ഥ കണ്ടില്ലേ? വെറുപ്പിക്കൽ കണ്ടിന്യൂസ്. അപ്പൊ കൊറേ മണിക്കൂറുകൾക്ക് ശേഷം വൈകുന്നേരം നമ്മുടെ സിജോ രാജാവായി. സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺപിള്ളേരൊക്കെ ആണുങ്ങളുടെ ഡ്രസ്സും ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ ഡ്രസ്സും ഇട്ട് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി നടക്കണമെന്ന്. നോറയുടെ താക്കോല് തട്ടി പറിച്ചത് കൊണ്ട് നോറ അവിടെ കിടന്ന് കരയാ പാവം. എന്തുവാടെ ഇത്? നിശാ പാർട്ടിയാ ഇതേ കിടക്കണ പാവം നോറ. ഇനി റാമ്പ് വാക്കായിരുന്നു. എന്താ ചിന്തപ്പാ? ഇത് അന്ന നടയല്ല, ആന നടക്കുന്നു. സീക്രട്ട് ഏജന്റിനെ നോക്ക്. ടോക്സിക് ആയിട്ടത് എന്ത് കോലോടെ. അടുത്തത് നമ്മുടെ സെസ്കി ആയിട്ട് വരുന്ന റിസി. എടാ ഇതൊക്കെ എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നേ? ഒരു മയത്തിലൊക്കെ ചെയ്. എന്തുവാടാ നീ പിടിച്ച് പറക്കണേ? ഇവിടെയും അതിന്റെ ഇടയ്ക്ക് ജിന്റെ തണ്ടെടുത്തോണ്ട് ഓടണം. കക്കാൻ വരുന്നു. അതൊരു ഫണ്ണായിട്ട് പറഞ്ഞാ മനസ്സിലാവില്ല. എന്റെ പൊന്നു സായി, നീ മേലാൽ ഒന്നും പ്ലാൻ ചെയ്യില്ല. നീ പ്ലാൻ ചെയ്യണത് പോലെ ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. എനിക്ക് വേണ്ടി നോറ സംസാരിക്കും. ശ്രീധുവിന്റെ വടി വടിയും താക്കോലും കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ഇടും. ഇതായിരുന്നു പരിപാടി. ഇതായിരുന്നു എന്റെ പ്ലാൻ. ഇതൊക്കെ മണ്ട പ്ലാനാ. നോറ രാജാവായിരുന്നെങ്കിൽ ആരെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലും സീൻ. ഓ ഇപ്പൊ ഒന്നും പറ്റിയില്ല. ആരോ വീണിട്ടുണ്ട് എന്റെ മേല്. എന്റെ മുകളിൽ ആരോ വീണു. എന്റെ കൈയൊക്കെ പ്രശ്നമായി. എന്തോ കുത്തി. എന്തായിരിക്കും? ഇവിടെ മാർക്കുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണോ ബിഗ് ബോസ്?
അത് ശ്രദ്ധിക്കുന്നു. നീ ഇനി വല്ലാണ്ട് കടന്നിരുന്ന് ന്യായീകരിക്കണ്ട. മേത്ത് വീണുന്നുണ്ട്. ഞാൻ മേത്ത് വീണോ? നോറേനെ തൊട്ടതിന് നീ അനുഭവിക്കും. മാക്സിമം മാന്യതയോടെ നമ്മൾ വലിച്ചു. നല്ല മാന്യത. അല്ല, എനിക്ക് പിടിച്ചു വലിച്ചെടുത്തോണ്ട് പോകാന്നുള്ളൂ. എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എടാ ഞാൻ വലിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ ഉദ്ദേശം എന്താണെന്നറിയോ? അതായത് നമ്മളെക്കാളും ശക്തി കുറവുള്ളവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുക. ഇതൊക്കെ തന്നെ. ഇത് ഭൂമി ഉണ്ടായപ്പോ തൊട്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. അത് പെട്ടെന്നൊന്നും പോയി പോവില്ല. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് പ്ലസിന്റെ എപ്പിസോഡ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ